ശക്തമായ പ്രതിഷേധങ്ങൾക്കിടെ നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് പര്യടനം തുടരുകയാണ്. ഇന്ന് ചിറയൻകീഴ്, ആറ്റിങ്ങൽ, വാമനപുരം, നെടുമങ്ങാട് മണ്ഡലങ്ങളിലാണ് സദസ്സ്. പ്രഭാത യോഗം ആറ്റിങ്ങൽ മാമം പൂജ കൺവെൻഷൻ സെന്ററിൽ നടക്കും. ആദ്യ നവകേരള സദസ്സ് രാവിലെ 11 മണിക്ക് ചിറയൻകീഴ് മണ്ഡലത്തിലാണ്. തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്ക് വേദിയാകും. ഉച്ചതിരിഞ്ഞ് 3-ന് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ നവകേരള സദസ്സ് മാമം മൈതാനത്ത് നടക്കും. വാമനപുരം മണ്ഡലത്തിലെ നവകേരള സദസ്സ് വൈകിട്ട് 4:30-ക്ക് വെഞ്ഞാറമൂട് മാണിക്കോട് ശിവക്ഷേത്രത്തിന് സമീപത്തെ മൈതാനത്തും, നെടുമങ്ങാട് മണ്ഡലത്തിലെ സദസ്സ് വൈകിട്ട് 6 മണിക്ക് നഗരസഭാ പാർക്കിംഗ് ഗ്രൗണ്ടിലും നടക്കും. തലസ്ഥാനത്ത് നവകേരള സദസ്സിന് നേരെ കരിങ്കൊടി പ്രതിഷേധം. കഴിഞ്ഞ ദിവസം രാത്രി ആറ്റിങ്ങലിൽ ആലങ്കോട് ജംഗ്ഷനിൽ വെച്ചാണ് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി വീശിയത്. ഇത് യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും തമ്മിലുള്ള സംഘർഷത്തിനും വഴിവെച്ചു. പോലീസിന് നിയന്ത്രിക്കാൻ കഴിയായിരുന്നതോടെ ലാത്തി വീശുകയായിരുന്നു. തുടർന്ന് സംഘർഷമുണ്ടാക്കിയവരെ അറസ്റ്റ് ചെയ്തേക്ക്. ഇതിനിടെ യുവമോർച്ചയും മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിച്ചു. കല്ലമ്പലത്ത് വെച്ചാണ് യുവമോർച്ച പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ചത്. കറുത്ത വസ്ത്രം ധരിച്ചാണ് ഇവർ എത്തിയത്. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, നവകേരള സദസ്സിനെതിരായ പ്രതിഷേധം തലസ്ഥാനത്ത് തുടരുന്നുണ്ട്. ഇന്നലെ കല്ലമ്പലത്തടക്കം കരിങ്കൊടി പ്രതിഷേധമുണ്ടായി, യുവമോർച്ചയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും. ഇന്ന് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലുണ്ട് പര്യടനം. മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ആറ്റിങ്ങൽ നിന്നാണ് ഇന്ന് നവകേരള സദസ്സിന്റെ പര്യടനം ആരംഭിക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആറ്റിങ്ങലുണ്ട്. ആറ്റിങ്ങലിൽ ഇന്നലെ വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ആറ്റിങ്ങൽ ഇന്നും സമാനമായ പ്രതിഷേധം പലയിടത്തും പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രവുമല്ല, ആറ്റിങ്ങലിൽ ഇന്നലെ കൊല്ലത്ത് കണ്ട കാഴ്ചകളായിരുന്നു ആറ്റിങ്ങലും ഉണ്ടായിരുന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കാനെത്തുന്നു. അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരിച്ചടിക്കുന്ന കാഴ്ച ഇന്നലെ ആറ്റിങ്ങലിലും ഉണ്ടായിട്ടുണ്ട്. വലിയ പ്രതിഷേധം ഇന്നും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരില്ല. ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. അതിനിടയിലാണ് നവകേരള സദസ്സിന്റെ പര്യടനം തിരുവനന്തപുരം ജില്ലയിൽ പുരോഗമിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഈ നവകേരള സദസ്സ് പര്യടനം നടത്തും. ആറ്റിങ്ങലിലാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്നാകും പിന്നീട് മറ്റു മണ്ഡലങ്ങളിലേക്ക് പോവുക. രാവിലെ 9 മണിയോടുകൂടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പ്രഭാത യോഗം ആരംഭിക്കും. അതിനുശേഷം മന്ത്രിമാരടക്കമുള്ളവർ ഇവിടെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ മാധ്യമങ്ങളെ കാണും. ഇന്ന് പ്രധാനമായും മറ്റു വെഞ്ഞാറമൂട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ഈ നവകേരള സദസ്സിൻ്റെ പര്യടനം നടക്കും. വലിയ പ്രതിഷേധമുണ്ടാകും. ഇന്നലെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണമൊക്കെ വലിയ വിവാദമായിരുന്നു. പ്രതിപക്ഷ നേതാവ് കലാപ ആഹ്വാനം നടത്തുകയാണെന്ന വിമർശനമാണ് ഇന്നലെ സർക്കാർ കേന്ദ്രങ്ങൾ ഉന്നയിച്ചത്. യൂത്ത് കോൺഗ്രസിൻ്റെ സമരം പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ നടന്ന കലാപ ശ്രമമാണ്, കലാപ ആഹ്വാനമാണ്. അതിനെതിരെ നടപടി വേണമെന്ന ആവശ്യമൊക്കെ അടക്കം ഉയർന്നു വരുന്നുണ്ട്. മാത്രവുമല്ല, പ്രതിപക്ഷ നേതാവിനെ ഒന്നാം പ്രതിയാക്കിയാണ് ഇന്നലെ യൂത്ത് കോൺഗ്രസ് സമരത്തിൽ പോലീസ് കേസെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങളിൽ നിന്ന് മന്ത്രിമാരിനടക്കം ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും ശക്തമായ പ്രതിഷേധത്തിനിടെയാണ് ഈ മണ്ഡല പര്യടനം ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ പര്യടനം ആരംഭിക്കാൻ പോകുന്നത്. ഇന്നലെ വർക്കലയിൽ ആദ്യ പര്യടനം വർക്കല നിയോജക മണ്ഡലത്തിലായിരുന്നു. അവിടെ നിന്ന് മറ്റു മണ്ഡലങ്ങളിലേക്ക് കടക്കുമ്പോഴും സ്വാഭാവികമായും വലിയ പ്രതിഷേധം ഉയരും. നമുക്കറിയാം, കാസർഗോഡ് പൈവളികയിൽ നിന്ന് ആരംഭിച്ച് പിന്നീട് കണ്ണൂരെത്തുമ്പോഴാണ് നവകേരള സദസ്സ് ഒരു അക്രമ സംഭവത്തിലേക്ക് അല്ലെങ്കിൽ പ്രതിഷേധങ്ങളിലേക്കൊക്കെ മാറിയത്. ആദ്യഘട്ടത്തിൽ വളരെ സമാധാനപരമായിരുന്നു. എന്നാൽ കല്യാശ്ശേരി മണ്ഡലത്തിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രി കരിങ്കൊടി കാണിച്ചതോടുകൂടിയാണ് ഈ
യാത്ര പിന്നീട് അക്രമ സംഭവങ്ങളിലേക്ക് കൂടി മാറുന്നു. അവിടെ ക്രൂരമായി ഡിവൈഎഫ്ഐ CPM പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചു. അതിനുശേഷം പിന്നീട് പലയിടത്തും ഇത്തരം പ്രതിഷേധങ്ങളുണ്ടായി. പലയിടത്തും ക്രമസമാധാന വിഷയമായി തന്നെ പല സ്ഥലങ്ങളിലും ഇത് മാറുകയും ചെയ്തു. ഇപ്പോഴും അത്തരമൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധിക്കാനെത്തുന്നു. അതുവരെ ഡിവൈഎഫ്ഐ CPM പ്രവർത്തകർ തടയുന്നു. അതിനുശേഷം ഈ പ്രവർത്തകരെ കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലം മുതൽ ഇങ്ങോട്ട് തിരിച്ചടിക്കാൻ തുടങ്ങിയതോടുകൂടി കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. യുവമോർച്ചയുടെ പ്രതിഷേധം കഴിഞ്ഞ ദിവസം കൊല്ലത്തുണ്ടായിരുന്നു. അത് തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ തിരിച്ചടിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. യൂത്ത് കോൺഗ്രസിന് വലിയ സമരം ഇന്നലെ തലസ്ഥാനത്ത് നടന്ന KSUവിൻ്റെ മാർച്ചുണ്ട്. നിരവധി പ്രവർത്തകർ ഇന്ന് പോലീസ് കസ്റ്റഡിയിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നു. ഏതായാലും നവകേരള സദസ്സ് അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് പ്രതിഷേധവും അടിയും തിരിച്ചടിയുമായാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ നേടുന്നത്. അതാണ് സാഹചര്യം. നവകേരള സദസ്സ് തലസ്ഥാനത്താണ്. കൂടുതൽ പ്രതിഷേധം പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അരുണുള്ളത് ആറ്റിങ്ങലിലാണ്. നവകേരള സദസ്സിന്റെ പ്രധാനപ്പെട്ട ആളുകൾ മന്ത്രിമാരടക്കം അവിടെ ഉണ്ട്. രാവിലെ പ്രഭാത യോഗം നടക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അരുണിലേക്ക് തന്നെ വരണം. അല്പസമയത്തിനകം തന്നെ അരുൺ